എല്ലാവർക്കും നമസ്കാരം. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു അവയവ വിൽപ്പന മാഫിയ സംഘത്തിൽപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തു. അവയവ വിൽപ്പന മാഫിയ സംഘത്തിൽപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തു. ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർത്തു, ഭീകരമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ, ഇതിങ്ങനെയൊക്കെ തുടങ്ങിയ എങ്ങനെയായിരിക്കും? ഞാനിതിൻ്റെ വേറൊരു ആംഗിളാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ അവയവ വിൽപ്പന സംഘങ്ങളുടെ കൈകളിൽ ഈ സാധുക്കളായ ആളുകൾ ചെന്ന് വീഴുന്നത്? യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം അതാ. ഈ സാധുക്കളായ ആളുകൾ ഇതിനകത്ത് ചെന്ന് വീഴാനുള്ള അവസരം എന്തുകൊണ്ടുണ്ടായി? അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നല്ല ഭരണാധികാരികൾ ദയുള്ള ഭരണാധികാരികളായിരിക്കും. നല്ല ഭരണാധികാരികൾ ദയുള്ള ഭരണാധികാരിയായിരിക്കും. ഈ ജനങ്ങളുടെ പ്രതിനിധിയായികളാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഏതെങ്കിലും പാർട്ടിപ്പെട്ടവരൊക്കെ ആയിരിക്കട്ടെ, എന്നാലും കുറേ ആളുകളെല്ലാം കൂടെ ചേർന്ന് ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്ത് ഈ തിരഞ്ഞെടുക്കുന്നവരെല്ലാം കൂടെ ചേർന്ന് ഇവരെ ഭരണത്തിലോട്ട് കൊണ്ടുവരും. ഇവർ ചിന്തിക്കണം, ഈ ജനത്തിന് എവിടെയാണ് വരുമാനം? ഈ ജനത്തിന് എവിടെയാണ് ഇത് ചെലവ് ചെയ്യാനുള്ളത്? ഈ ജനത്തിന് ജീവിക്കാനുള്ളത് എവിടെയാണ്? ഞാൻ ഓർക്കുന്നു, നേരത്തെ പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ്. ദുബായിലെ ഭരണാധികാരി അദ്ദേഹം അവിടെ ഒരു ഹൈവേ പണിയിപ്പിക്കുമ്പോൾ അവിടെ ഒരു വൃക്ഷത്തിലൊരു കിളിക്കൂടിരുന്നു. ആ കിളിക്കൂട് ഈ വൃക്ഷത്തിൽ ഇരിപ്പുണ്ട് എന്ന് ആ ഭരണാധികാരി അറിഞ്ഞപ്പോൾ ആ റോഡ് പണി അപ്പുറവും ഇപ്പുറവും കൊണ്ട് അവിടെ നിർത്തിച്ചു. ആ കിളിയുടെ കുഞ്ഞ് വിരിഞ്ഞ് പറക്ക പറ്റി പോകുന്നത് വരെ ആ റോഡ് പണി അവിടെ നിർത്തിച്ചു. അവിടെ നിർത്തിച്ചിട്ട് ആ കിളി കുഞ്ഞുങ്ങളെയുമായിട്ട് സുരക്ഷിതമായി പറന്നു പോയി കഴിഞ്ഞിട്ടാണ് ആ വൃക്ഷം വെട്ടിയതും ആ റോഡ് പണി തീർത്തതും. ഇത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇന്നും ആ സംഭവം കിടപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ദുബായിലെ രാജാവാന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഭരണാധികാരികൾ തലപ്പത്തിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ദയുള്ളത് കൊണ്ട് കിളികളോട് പോലും ഇതുപോലെയുള്ള ദയുള്ള ആളുകൾ, കിളികളോട് പോലും ഇതുപോലെ ദയുള്ള ആളുകൾ. അന്നേരം നമ്മൾ ചിലപ്പോൾ പറയായിരിക്കും പശുക്കൂട്ടിൽ AC വെച്ചിട്ടുണ്ടെന്ന്. അത് വേറെ ഉദ്ദേശത്തിലാണ്. അത് പശുവിനോടുള്ള ദയ കൊണ്ട് AC വെച്ചിരിക്കുന്നൊന്നുമല്ല. അങ്ങനെ ഉള്ളവർ തലപ്പത്തിരിക്കുമ്പോൾ അവരേറ്റവും താഴെ തട്ടിലുള്ള ജനത്തിൻ്റെ പോലും ആവശ്യങ്ങൾ പോയി അറിയും. ഈ ജനം എങ്ങനെ ജീവിക്കും? ഈ ജനത്തിന് വരുമാനം എന്താണ്? ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഈ ദിവസങ്ങളിൽ പലരുടെ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മധ്യ കേരളം തകർന്ന് തരിപ്പണമായി പോയിക്കൊണ്ടിരിക്കുക. വടക്കൻ കേരളത്തിന് അത്ര ഒരവസ്ഥയില്ല താനും. ചില കാലങ്ങൾ കഴിയുമ്പോൾ, 2-3 വർഷം കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസം സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു, പാലാ നഗരം ഒരു പ്രേത നഗരമായി മാറും. അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. മുനിസിപ്പാലിറ്റിയിലെ 11ാം വാർഡിൽ 300 പേരോ 350 പേര് താഴെയുള്ളൂ വീടുകളിൽ. 3, 4, 5 വീടുകൾ അടഞ്ഞു കിടക്കുക. അതിനപ്പുറത്ത് ഒരു വീട്ടിൽ 2 കാർന്നവന്മാർ കാണും. മുറ്റത്തിൻ്റെ പോർച്ചിൻ്റെ 2 മൂല 2 കാറും കാണും. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ഡ്രൈവർ ഒരു 1500 രൂപ കൊടുക്കണം. അവൻ വന്നാൽ ഇവരെ കയ്യെ പിടിച്ച് കയറ്റി വണ്ടിയെ കൊണ്ട് ഇരുത്തിയാൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുതരണം. ഈ അവസ്ഥ പാലായിൽ മുനിസിപ്പാലിറ്റി പല വാർഡുകളിലുമായി. പ്രത്യേകിച്ച് 11ാം വാർഡിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവിടെ 1000 പേരോളം ഉണ്ടായിരുന്നിടത്ത് ഇപ്പം 350 പേരെ ഉള്ളെന്ന് അവിടെ ഉള്ളവർ തന്നെ പറയുന്നത് കൃത്യമായിട്ട്. ശരിയാണ്, നമ്മൾ പല വീട്ടിലും ചെല്ലുമ്പോൾ ചുറ്റുവട്ടത്തുള്ള വീടുകളെല്ലാം അടഞ്ഞു കിടക്കുക, അടച്ചു പൂട്ടിയിട്ടിരിക്കുക. ഇത് ചില കാലങ്ങൾ കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ദരിദ്ര ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കോട്ടയം ജില്ലയാണെന്ന് പറയാൻ പറ്റും. കോട്ടയം ജില്ല ഇപ്പോൾ ഏറ്റവും തകർന്ന് തരിപ്പണമായി നിൽക്കുന്നത്. ഒന്ന്, റബ്ബറിൻ്റെ വിലയിടിവ്. കാർഷിക വിളകളെല്ലാം റബ്ബർ, ജാതി ഇങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു ഇവിടുത്തെ വരുമാനം. ഇത് മുഴുവനില്ലെന്നായിപ്പോയി. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇടുക്കി ജില്ല പിടിച്ചു നിന്നിരുന്നത് ഏലത്തിൻ്റെ വിലയില, ഏലം കൃഷിയല്ല. കാര്യം തേയിലയും കാപ്പിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കാപ്പിത്തോട്ടങ്ങളെല്ലാം വിലയില്ലായിരുന്നതുകൊണ്ട് കുറച്ച് കാലമായിട്ടില്ലായിരുന്നു. തേയിലയൊക്കെ വൻ കമ്പനികളുടെ മാത്രമേ ഉള്ളൂ. ഉള്ള പല കമ്പനികളും ലോക്കൗട്ടായി കിടക്കുക. അപ്പോൾ തേയില ഒരു വിഷയമല്ലായിരുന്നു.
പിന്നെ ഉണ്ടായിരുന്നത് എല്ലാവരും ഒരുമാതിരിപ്പെട്ടവരെല്ലാം പിടിച്ചു നിന്നിരുന്നത് ഏലമായിരുന്നു. പക്ഷേ ഏലത്തിന് ചൂട് കൂടിയത് കൊണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ വണ്ടിപ്പെരിയാറ് തേങ്ങാക്കല്ല് ഭാഗത്തൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇഞ്ചി പറിക്കാറായി സമയത്ത് ഇങ്ങനെ വീണ് കിടക്കുന്നത് പോലെ ഏലം വീണ് കിടക്കുക. ഇനി ഈ ഏലം പതിക്കുന്ന സമയത്തെ അതിൻ്റെ കളികളൂടെ കൂട്ടുമ്പോൾ കൃഷിക്കാരന് വില കിട്ടാത്ത രീതി കച്ചവടക്കാർ ഒപ്പിച്ച് വെക്കുകയും ചെയ്യും. ഗവൺമെൻറ് അങ്ങേ ഭാഗത്തോട്ടൊന്നും തിരിഞ്ഞു നോക്കത്തുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൃഷിക്കാരൻ പറയുക, ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ലേലത്തിനകത്തെ കളികൾ, കച്ചവടക്കാർ ഓപ്ഷന് വെക്കുന്ന ലേലത്തിന് വെക്കുന്ന കായ എവിടുന്ന് കൊണ്ടിരുന്നെന്ന് കൃഷിക്കാർക്ക് അറിയത്തില്ല. ചുമ്മാ ഇങ്ങനെ കണക്ക് പെരുപ്പിച്ച് കാണിച്ച് ഇതിൻ്റെ വില ഇടിച്ച് കളയുകയാണ്. കാരണം കൃഷിക്കാരനെ കിട്ടരുത്, കൃഷിക്കാരനെ ഒരു രീതിയിലും പൊക്കരുത്. ഈ ഇടയ്ക്കത്തെ ഏജൻറ്റുമാരും എല്ലാം കൂടെ ചേർന്നുള്ള കളി. ഇങ്ങനെ തോട്ടം മേഖല നശിച്ചു, വ്യവസായ സ്ഥാപനങ്ങളില്ലെന്നായി, കോറികളില്ലെന്നായി, ക്രഷറുകളില്ലെന്നായി, എല്ലാ മേഖലയും വ്യാപാര സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം കിടക്കുന്നത് കണ്ടു. കേരളത്തിൽ 1,00,000-ലധികം കടകൾ പൂട്ടിപ്പോയെന്ന്. 1,00,000-ലധികം. ഇനി പ്രത്യേകിച്ച് അറിയൊന്നും വേണ്ട, നമ്മുടെ നാട്ടിലിറങ്ങി ഇവിടുന്ന് അങ്ങോട്ട് റോഡ് സൈഡിലോട്ട് വണ്ടി ഓടിച്ചോ അല്ലെ നടന്നോ പോയി കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം പൂട്ടിയിട്ടിരിക്കുന്ന ധാരാളം ഷട്ടറുകൾ കാണാം. ഇങ്ങനെയെല്ലാം വരുമ്പോൾ ജനം ചിന്തിക്കും, നാളെ നന്നാകും, നാളെ കഴിഞ്ഞ് നന്നാകും. പിടിച്ചു നിൽക്കാൻ വേണ്ടി ലോൺ എടുക്കും. ഏറ്റവും ചെറിയ കമ്പനികളിൽ നിന്ന് ലോൺ എടുക്കും. 1,00,000 രൂപ എടുത്താൽ 3,00,000 രൂപ അടച്ചു തീർക്കണം. ആവശ്യം വരുമ്പോൾ എടുക്കും. 1-2 രൂപയുടെ ലോണുകൾ എടുത്ത് അത് അവസാനം ലക്ഷങ്ങൾ കടത്തിലേക്കാവും. 1,00,000, 2,00,000, 3,00,000 വെച്ച് 3-4 അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരൊക്കെ പഠിക്കാനുണ്ടെ പറയുകയും വേണ്ട. വീട്ടുചെലവെന്ന് പറഞ്ഞാൽ അരിക്ക് വരെ GST. എല്ലാത്തിനും ഇങ്ങനെ കൂട്ടി കറണ്ട് കാശ് ഒരിടത്തൂടെ കൂട്ടും, വെള്ളക്കര ഒരിടത്തൂടെ കൂട്ടും, ഫോൺ കാശ് ഒരിടത്തൂടെ കൂട്ടും, കൂട്ടാവുന്നതെല്ലാം 4 വഴിക്കൂടെ കൂട്ടും. രാജാക്കന്മാർ വിദേശത്ത് കുടുംബമായിട്ട് യാത്ര ചെയ്യും. ജനാധിപത്യം എന്നാണ് പറയുന്നതെങ്കിലും രാജാക്കന്മാർ കുടുംബപരമായിട്ട് യാത്ര ചെയ്യും. നികുതിപ്പണമെല്ലാം എടുത്തിട്ട് തോന്നിവാസം കാണിക്കും. അവസാനം ഒരു രക്ഷയില്ലാതെ വരുമ്പം ഈ ജനത്തിന് ഇവരെ അവയവ മാഫിയ ആയിട്ടല്ല ജനം കാണുന്നത്. അവർ വിചാരിക്കും ഞങ്ങളിവിടെ ജീവിച്ചോണ്ടേ കാര്യമില്ല, ഞങ്ങൾക്ക് ജീവിക്കാനൊരു വഴിയില്ല, ജീവിത മാർഗവുമില്ല, ജോലിയില്ല, പിന്നെ എന്നാ ചെയ്യും? അവസാനം അവർ ചിന്തിക്കും, ഈ കടക്കാർ രാവിലെയും വൈകുന്നേരവും രാവിലെയും ദിവസവും കയറി ഭീഷണിപ്പെടുത്തുകയും മല്ലിടിക്കുകയും ചെയ്യുമ്പം അവർ വിചാരിക്കും വിറ്റേക്കാം കിഡ്നി, വിറ്റേക്കാം ലിവർ, വിറ്റേക്കാം അത് ഇത്. അങ്ങനെ പറയുമ്പോൾ ഇതിലേക്ക് ഉന്തിയിട്ടതാര്? അതാണ് ഇവിടുത്തെ ഭരണ ഉദ്യോഗസ്ഥ നേതൃത്വം. ദയവ് ചെയ്ത് ഈ നികുതിപ്പണം മേടിച്ച് ശമ്പളമായിട്ടും ബാക്കി സംവിധാനം എടുക്കുമ്പോൾ ഈ ജനം ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ വ്യക്തമായും മനസ്സിലാക്കണം. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഈ 90% ജനത്തിനെ അവരുടെ നികുതിപ്പണം മുഴുവൻ വഹിച്ച് ജീവിക്കുന്നത് ഈ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വിഭാഗമാണ്. നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, 10% നിങ്ങൾ രാഷ്ട്രീയ ഉപജീവനമാക്കിയവരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും. ബാക്കിയുള്ള 90%-ൽ ഒരു 80 അല്ലെ ഒരു 75% സാധാരണക്കാർ. അതിലൊരു 25-30% പരമദരിദ്രരാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ലാത്ത സാഹചര്യം. എന്തെടുത്ത് മുന്നോട്ട് പോകും? റബ്ബർ തോട്ടങ്ങൾ കോട്ടയം ജില്ലയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. റബ്ബർ തോട്ടങ്ങൾ ചുവടെ വെട്ടിമറിക്കുക, എന്നിട്ട് കൈതയ്ക്ക് കൊടുക്കുക. കൈതയ്ക്ക് കൊടുക്കുമ്പം സത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വെട്ടുകാരൻ്റെ പണിയില്ലെന്നായി പോകും, കാട് വെട്ടുന്നവൻ്റെ പണിയില്ലെന്നായി പോകും, മറ്റ് പലരുടെയും ജോലിയില്ലെന്നായി പോകും. ഈ റബ്ബർ തോട്ടങ്ങൾ കൂട്ടത്തോടെ വെട്ടിയിട്ട് ഇത് മുഴുവൻ കൈതത്തോട്ടങ്ങളാകുമ്പോൾ പ്രകൃതിക്കൊക്കെയും പ്രശ്നങ്ങൾ വരും. ഇനി തോട്ടമുള്ളവനെ സംബന്ധിച്ച് ഇത് നിലനിർത്താൻ വയ്യ. അങ്ങനെ വരുമ്പോൾ എല്ലാ മേഖലയിലും വലിയതായ പ്രതിസന്ധികൾ കയറി വരുമ്പോൾ ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ദയയുള്ള ഭരണാധികാരികൾ തലപ്പത്തിരുന്നാൽ മാത്രമേ ഉള്ളൂ. അവർ മനസ്സിലാക്കണം, ഈ ജനത്തിന് സ്ഥിതിയില്ല, വരാനുള്ള വഴിയില്ല, വകുപ്പില്ല. അതുകൊണ്ട് നികുതികൾ കുറച്ച് കൊടുക്കാം, പരമാവധി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ പുതിയ തനിപ്പുത്തൻ കൃഷ്ണയും കാർണിവലും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം. സകല മേഖലയിലൂടെയുള്ള കൊള്ളയടി ഒഴിവാക്കാം. ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് മാനമര്യാദയ്ക്ക് കാര്യം പറയാം. ഇത് മുന്നോട്ട് ഇങ്ങനെ കൂട്ടാൻ പറ്റിയല്ല, ശമ്പളം കുറയ്ക്കാതെ പറ്റിയല്ല, കുറച്ചേ പറ്റുള്ളൂ.
പെൻഷൻകാരോടും പറയണം ഇത്രയും വരാൻ പറ്റത്തില്ല, നിർവാഹമില്ല, കുറേ കുറയ്ക്കണം. കടം മേടിച്ചത് ഒത്തിരി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആർഭാടവും ധൂർത്തും എല്ലാം ഒഴിവാക്കി പരമാവധി താഴേക്ക് വന്നിട്ട് അങ്ങനെ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഈ അവയവ കച്ചവടമൊക്കെ ഇവിടെ ഇല്ലെന്നാവുള്ളൂ. മനുഷ്യന് ജീവിക്കണമെന്നില്ലെന്നായി കേരളത്തിൽ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഈ മാഫിയാക്കാരെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് ചുമ്മാ ഒരു പത്രവാർത്ത പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിലും വലിയ മാഫിയ ഇവിടെ ഭരണത്തിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിലും ഇരിക്കുമ്പോൾ ആ മാഫിയായോട് പറയട്ടെ, നിങ്ങൾ ഈ മാഫിയായ്ക്കുള്ള അവസരങ്ങൾ ഇനി ഉണ്ടാക്കി കൊടുക്കരുതേ. ജനത്തിന് പ്രത്യാശയില്ലാത്ത അവസ്ഥയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.